ഹലോ ഗൈസ്, വെൽക്കം ടു എയർക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മുടെ അടുത്ത സ്പൈഡർമാൻ 4 തന്നെ ടോബി ആൻഡ്രൂനെയും കൊണ്ടുവരാനാണ് നമ്മുടെ സോണിയുടെ പ്ലാൻ. ഇതാണ് ഇപ്പം പുതിയ റൂമറൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അതെന്താണ്, സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4 വന്ന് നമ്മളൊരു ഗ്രൗണ്ട് ലെവൽ മൂവി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതായത് സ്ട്രീറ്റ് ലെവലിൽ നമ്മുടെ ഡാഡ് ഡെവിളും കിങ് പിന്നൊക്കെ വരുന്ന രീതിയിലായിരിക്കും സ്റ്റോറി പോകണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ പിന്നീട് ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു, സ്പൈഡർമാൻ 4 വന്ന ഒരു ഗ്രൗണ്ട് ലെവൽ മൂവി അല്ല, അതും ഒരു മൾട്ടിവേഴ്സൽ മൂവി ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം നമ്മുടെ MCU വന്നിപ്പം മൾട്ടിവേഴ്സ് ആകിയിലാണുള്ളത്. അതായത് ഇപ്പോൾ പറഞ്ഞ മിക്ക MCU പ്രോജക്ട്സും മൾട്ടിവേഴ്സാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഈ മാർവൽസ് ആയാലും ഇനി വരാൻ പോകുന്ന ഡെഡ്പൂൾ 3 ആയാലും എല്ലാം മൾട്ടിവേഴ്സ് ബേസ്ഡ് ആണ്. അപ്പോൾ സ്പൈഡർമാൻ 4 മൾട്ടിവേഴ്സൽ മൂവി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈവൻ പുതിയ റൂമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ആൻറ്റ്മാനൊക്കെ ഇതിൽ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പൈഡർമാൻ 4 വന്ന് പ്രോബബ്ലി ഒരു മൾട്ടിവേഴ്സൽ മൂവി ആവാനാണ് സാധ്യതയുള്ളത്. കൂടാതെ ഇപ്പോൾ വന്ന് നമ്മുടെ സോണി വന്ന് ഇപ്പോൾ വരാൻ പോകുന്ന സ്പൈഡർമാൻ 4 നമ്മുടെ ടോബിയും ആൻഡ്രൂനെയും കൊണ്ടുവരാനാണ് പ്ലാൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ലാസ്റ്റായിട്ട് ഇവരെ കണ്ടത് നമ്മുടെ നോവേ ഹോമിലാണ്. കാരണം നോവേ ഹോം ഒരു മൾട്ടിവേഴ്സൽ മൂവി ആയിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കാണാൻ പറ്റിയത്. ബട്ട് അതല്ലാതെ അടുത്ത് വരാൻ പോകുന്ന സ്പൈഡർമാൻ 4 ഇവരെ കൊണ്ടുവരാനാണ് സോണിയുടെ പ്ലാൻ എന്നാണ് പറയുന്നത്. കാരണം സോണിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പം പൈസയാണ്. സോ അവർക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. ബട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സ്പൈഡർമാനിനെ ഉപയോഗിച്ച് അവർക്ക് പൈസ ഉണ്ടാക്കണം. അതായത് സോണിയുടെ ടാർഗറ്റ് ഏകദേശം WB പോലെയാണ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് ഇപ്പം ടോബി ആൻഡ്രൂം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനുള്ള ടൈം അല്ല ഇത്. ഓക്കെ, ഇപ്പം ഉടനെ തന്നെ അടുത്ത പടത്തിലും ടോബി ആൻഡ്രൂവിനെ കൊണ്ടുവരുന്നത് എനിക്കെന്തോ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല തോന്നുന്നത്. സോ കാരണം അവർ സ്റ്റോറി ഇനി പറയാനുണ്ട്. അതായത് ഇപ്പം അമേസിങ് സ്പൈഡർമാൻ 3 ഇവർക്ക് അതിന് മുമ്പേ ഇറക്കാം, സ്പൈഡർമാൻ 4 കൊണ്ടുവരാം. സോ അതൊക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സീക്രട്ട് വാർസിൽ അവരെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിന് മുമ്പേ പറഞ്ഞ വല്ല ലൈവ് ആക്ഷൻ സ്പൈഡർവേഴ്സ് മൂവി പറഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാം. സോ അതല്ലാതെ ഇപ്പം ഉടനെ പെട്ടെന്ന് സ്പൈഡർമാൻ 4 ഇവരെ കൊണ്ടുവരുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഇതൊരു പൈസയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇപ്പോൾ ഉടനെ ടോബി ആൻഡ്രൂവിനെ കൊണ്ടുവരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? എന്തായാലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. ബട്ട് എന്തായാലും ഇപ്പോൾ അവർ വരേണ്ട ടൈമല്ല. ടൈമുണ്ട്, എല്ലാത്തിനും ഒരു ടൈമുണ്ട്. സോ അപ്പോൾ ടൈമൊന്ന് നോക്കണം. ഇപ്പോൾ ഉടനെ അവരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അതായത് ഇപ്പോൾ നമ്മുടെ സോണിയുടെ കൈവശ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ട് നിറയെ ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ സോണിക്ക് അത് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അതായത് ഇപ്പോൾ സോണിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്പൈഡർ വേഴ്സ് ആണ്. ബട്ട് അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർക്ക് ഐഡിയ ഇല്ല. ഈ സ്പൈഡർ വേഴ്സ് ഏത് സ്റ്റോറി ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മുടെ സോണിക്ക് ഒരു ഐഡിയ ഇല്ല. അതായത് ഇപ്പം മാഡം വെബ് മൂവി വരാൻ പോവുകയാണ്, അതിൽ സ്പൈഡർമാൻ്റെ ഒരു റെഫറൻസ് കാണൂല, അതൊരു ഡിഫറെൻറ്റ് മൂവി ആയിരിക്കും എന്നാണ് ഇപ്പം പറയുന്നത്. കൂടാതെ ക്രേവൻ ദ ഹണ്ടർ വരാൻ പോകുന്നത്. സോ അതിൽ മിക്കവാറും സ്പൈഡർമാൻ്റെ റെഫറൻസ് വരാൻ പോകുന്നില്ല. അതായത് സ്പൈഡർമാൻ്റെ ക്യാരക്ടേഴ്സിനെ എടുത്ത് മൂവി ചെയ്തിട്ട് അതിൽ സ്പൈഡർമാൻ ഇല്ലാതെയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് ഇവന്മാർ ആലോചിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതായത് ഈ സ്പൈഡർമാൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെ പോകണ എല്ലാവർക്കും സിനിമ കൊടുക്കുക, ബട്ട് സ്പൈഡർമാന് പടമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ എൽ മുടുട്ടോ എന്ന ക്യാരക്ടറിനെ വെച്ച് മൂവി ഡെവലപ്മെൻറ്റിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഈ ക്യാരക്ടറൊക്കെ പോലും ആർക്കും അറിഞ്ഞുകൂടാ. സോ അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചാണ് ഇപ്പോൾ നമ്മുടെ സോണി മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു മൂവി, അതായത് അമേസിങ് സ്പൈഡർമാൻ 3, അത് സോണി തരുന്നില്ല. ബാക്കി ആവശ്യമില്ലാത്ത മൂവീസൊക്കെയാണ് ഇപ്പോൾ സോണി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സോണിക്ക് അറിയാം അവർക്കിപ്പം വരാൻ പോണ മാഡം വെബ് മൂവിയൊന്നും വലിയ കളക്ഷനൊന്നും എടുക്കാൻ പോകണില്ലെന്ന് സോണിക്ക് ഏകദേശം ഉറപ്പായി. ക്രേവൻ ദ ഹണ്ടറിലും ഏതാണ്ട് അതേപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാർക്ക് പൈസ ഉണ്ടാക്കണം. സോ അതിന് വേണ്ടിയാണ് ഇപ്പോൾ അടുത്ത് വരാൻ വേണ്ടി സ്പൈഡർമാൻ 4 ടോബി ആൻഡ്രൂവിനെ കൊണ്ടുവരാൻ്റെ ഒരു പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം നോവേ ഹോം എത്രത്തോളം കളക്ഷനാണ് എടുത്തത്, 2 ബില്യണോളം എടുത്ത്. അപ്പം അതിന് മെയിൻ റീസൺ ടോബി ആൻഡ്രൂ ആണ്. അപ്പം അവർ അടുത്ത പടത്തിലും കൂടി കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു മൂവി 2 ബില്യൺ അടിക്കും എന്നുള്ള ഒരു തോട്ടിലാണ് നമ്മുടെ സോണി ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഇത് തന്നെ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? നമ്മുടെ അടുത്ത വരാൻ പോകുന്ന സ്പൈഡർമാൻ 4 ടോബി ആൻഡ്രൂ വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതല്ല അവരെ വന്ന് അവർക്കൊരു അമേസിങ് സ്പൈഡർമാൻ 3യും പിന്നെ നമ്മുടെ ടോബിക്ക് സ്പൈഡർമാൻ 4 ഒക്കെ കൊടുത്തിട്ട് സീക്രട്ട് വാർസിൽ അവരെ കൊണ്ടുവരാനാണോ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.